കാണാത്തോടെ വരണം പറഞ്ഞിങ്ങനെ ആഗ്രഹിച്ചിട്ട് ഒരു കാരണം കിട്ടുന്നില്ല. കുറെ കാലമായി ഞങ്ങൾ കാത്തിരിക്കുക. ഒരു കാരണം കിട്ടിയോണ്ട് അപ്പം തന്നെ വരാമെന്ന് വെച്ച്. നിങ്ങൾ വിചാരിക്കും ഇത് നിങ്ങൾക്ക് വല്ല അലിവയിൽ ലഡുവായിട്ട് വന്നതായിരിക്കുന്നു. ഒരിക്കലല്ല, നിങ്ങൾക്ക് ഒരു പണിയായിട്ടോ അങ്ങോട്ടേക്ക് ഹായ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എവിടെയായിരിക്കും വന്നേക്കുന്നതെന്ന്. പാലാരിവട്ടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവരെ എല്ലാവർക്കും അറിയാൻ പറ്റും, നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ വീഡിയോസിലൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവർ ഇരിക്കുന്നത്. എന്നു വെച്ചാൽ കുറേ ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഞാൻ ഹാഫ് സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു കഥകളിയുടെ പടമൊക്കെ ഉള്ള. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു സുധിമോളെ നല്ല ഭംഗിയുണ്ട് ബ്ലൗസ് കാണാൻ, എന്നെ സൂപ്പറായിട്ട് തയ്ച്ചേക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്നെ ഞാൻ നേരിട്ട് വരാതെ എന്നെ വെറുതെ വീഡിയോസിൽ കൂടെ കണ്ടു എന്നുള്ള ഇത് വെച്ചിട്ട് തയ്ച്ച് തന്ന ഇതായിരുന്നു ബ്ലൗസ്. ശരിക്കും ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടുള്ള ബ്ലൗസാണ്. അത്രയ്ക്കും അടിപൊളിയായിട്ട് എനിക്ക് ഇട്ടിട്ട് നല്ല നല്ല സുഖം ഉണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും എൻ്റെ അടുത്ത് ഒത്തിരി അഭിപ്രായം പറഞ്ഞു ബ്ലൗസിനെ പറ്റി. അത് തന്നെയല്ലാതെ എനിക്കൊരു ചുരിദാർ അയച്ചു തന്നിട്ടുണ്ട്, സുണ്ടപ്പോൾ ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഈ കടയിൽ നേരിട്ട് എനിക്ക് വരാൻ പറ്റിയിട്ടില്ലെന്നുള്ളൂ. അപ്പോൾ ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. എന്നെ ഇത്ര സ്നേഹിക്കുന്ന, എന്നെ സഹായിക്കുന്ന ഒരാളെ ഇത്രയും ജനങ്ങളുടെ മുന്നിൽ എത്തിച്ച് കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വന്നത്. എന്നോട് എപ്പോഴും സുധിമോൾ പറയും, സുധിമോൾക്ക് എൻ്റെ സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറയും എപ്പോഴും കുറേ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാം, ഇവിടെ നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ എനിക്ക് ഒത്തിരി ഗിഫ്റ്റ് വന്ന കുറെ തുണി സെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, ചുരിദാറിന്റെ തുണി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പൊ എപ്പോഴും പറയും, ബിനീഷോടൊക്കെ പറഞ്ഞു വിടുമായിരുന്നു സുധിമോളുടെ സാധനം ഒന്ന് മേടിച്ചോണ്ട് വരാമോ. ഞങ്ങൾ കുറേ കാലമായി സത്യത്തിൽ പരിചയപ്പെട്ടിട്ട്, പക്ഷെ വരാനായിട്ട് അതിനിടയ്ക്കാണെങ്കിൽ എൻ്റെ ഒരു കാലിനൊരു പ്രശ്നം സുധിമോള് പറഞ്ഞു. അത് ഞാനിങ്ങോട്ട് വന്ന് അപ്പൊ എനിക്ക് ഇത്രയൊക്കെ സഹായിക്കാൻ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണം ഞാൻ എപ്പോഴും ഓർക്കും. പക്ഷെ എനിക്ക് അങ്ങനെ വരാനിരുന്ന സമയത്താണ് ഇവിടെ ചേച്ചിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, കാലിന് ചെറിയ ഇഞ്ചുറി ഒക്കെ ആയിട്ട് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന്. ആൾ കടയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ കടയിൽ വന്നിട്ട് വരാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇതുവരെ വരായിരുന്നത്. അത് തന്നെയല്ല, അന്ന് ഞാൻ ഈ ഹാഫ് സാരി കാണിച്ചെന്ന് ഒരു കാര്യമില്ലാതെ പാലാരിവട്ടം തിരിയാതെ കടയിലെ കൊണ്ടുപോയി ഞാൻ കടവന്തര എങ്ങാണ്ടൊക്കെ പറഞ്ഞു പറഞ്ഞു. എനിക്ക് കടയുടെ സ്ഥലം എന്നറിയാൻ പറ്റില്ല. അപ്പം ഞാൻ നേരിട്ട് വന്ന് ആ തിറ്റൊക്കെ തിരുത്തി നല്ല രീതിയിൽ നിങ്ങളെ കാണിച്ചു തന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം അത് തന്നെയാണ് ഒത്തിരി പേര് ചോദിച്ചു, സുധിമോൾ ഇത്ര നന്നായിട്ട് തയ്ക്കുന്ന കട എവിടെയാണ്, ഞങ്ങൾക്ക് അറിയില്ലല്ലോ, സുധിമോൾ ആ ലൊക്കേഷൻ കാര്യങ്ങളൊന്ന് പറയണേ, ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. പിന്നെ കൂടുതൽ എനിക്കൊരു 7ാം തീയതി അവാർഡുണ്ട് കോഴിക്കോട്. അപ്പോൾ നമ്മൾ വലിയ ഫാഷൻകാരി ഒന്നും അല്ലെങ്കിലും എല്ലാ പപ്പൊക്കെ ഒന്ന് നിൽക്കണം എന്നൊരാഗ്രഹം. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ച് ഇതുപോലെ അവാർഡുണ്ട്, എനിക്കൊരു ഡ്രസ്സ് ചെയ്ത് തരാമോ, അപ്പോൾ ഞാൻ നേരിട്ട് വരാം എന്ന് പറയാം. അപ്പോൾ അതിനും കൂടെയാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയുള്ള ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതലും വെഡ്ഡിങ് ചെയ്യുന്ന എല്ലാ വെഡിങ് ഡിസൈൻസ് ആണ് അധികം ചെയ്യുന്നത്. അതെല്ലാം ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആളെ വെച്ചിട്ട് സാധാരണ സ്റ്റിച്ചിങ് ചെയ്യാറില്ല എന്നല്ല, വെഡിങ് ഡിസൈനാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. സാധാരണ എന്ത് സ്റ്റിച്ചിങ് കൊണ്ടുവന്നാലും നമ്മൾ ചെയ്തു തരും, ഡിസൈനിങ്ങും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ആളിങ്ങോട്ട് വന്ന് നേരിട്ട് ടേപ്പ് എടുത്ത് വെച്ച് നീളത്തിൽ അളവെടുക്കേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല. ജസ്റ്റ് വീഡിയോയിലോ അല്ലെങ്കിൽ വീഡിയോ കോളിലോ കണ്ടാൽ മതി. അവർ അടിപൊളിയായിട്ട് തയ്ച്ചു തരും, നന്നായിട്ട് തയ്ച്ചു തരും. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് ഈ നമ്മുടെ കേരളത്തിലെ നാടൻ ഡ്രസ്സുകൾ, പട്ടുപാവാട അങ്ങനെയുള്ള വലിയ അല്ലേ ആ മോഡൽ ഡ്രസ്സുകളെല്ലാം ഇടാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. കാരണം നാട്ടിനോട് വരാൻ പറ്റാതെ വർഷങ്ങളവിടെ നിന്ന് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും അവരവിടെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ആ സമയത്ത് ചെയ്ത് അവർ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എനിക്കൊക്കെ ഒത്തിരി ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഉപകാരപ്പെടാനാണ് ഇപ്പോൾ ഞാനത് പറഞ്ഞത്. കാരണം എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പുറം രാജ്യത്തുള്ള ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ അവർക്കും കൂടെ ഉപകാരപ്പെടാനാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞത്. കാരണം നിങ്ങൾക്കിപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഓണോ വിഷുവോ എന്ത് വന്നാലും ആ മോഡൽ ഡ്രസ്സ് ഇടണമെന്ന് ആഗ്രഹിച്ചാൽ ആരും വിഷമിക്കണ്ട, അവിടെ എത്തിക്കോളും. അതിൻ്റെ ഒന്ന് വീഡിയോ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്താൽ മതി, നിർത്തി തയ്ച്ചങ്ങോട്ട് വിടും അങ്ങോട്ട്. അപ്പോൾ അതോർത്ത് ആരും പേടിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കൂടുതൽ പറയാനുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഇത്രയൊക്കെ വർണ്ണിച്ച് ഇവിടെ നിൽക്കുന്ന സമയത്താണ് വെറുതെ ഒരു തിരിഞ്ഞൊന്ന് നോക്കി കയ്യാലമാട്ടാൻ പോട്ടെ. ഈ ഭിത്തിയിൽ ഇങ്ങനെ ഒരു ബ്ലൗസ് കിടക്കുന്നുണ്ട് കേട്ടോ, ഇത് കണ്ട
നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട്. ഞാനിപ്പോ ചോദിച്ചോട്ടെ, ഇതൊക്കെ നിങ്ങളാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇനി വല്ല കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കാൻ വെച്ചേക്കാണോ അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നല്ല സുതിമോളെ ഞങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പൊ ഒരു വെഡിങ്ങിന് ഒരു പെണ്ണിനുള്ള ഡ്രസ്സാണ് ഇവർ തയ്ച്ച് വെച്ചിരിക്കുന്നത്. ഇവര് തന്നെ തയ്ച്ച് ഈ ഹാൻഡ് വർക്ക് മൊത്തം ഇവര് തന്നെ ചെയ്തേക്കുന്നതാണ് കേട്ടോ. അല്ല പുറത്തുനിന്ന് അത് മേടിച്ച് ഫിറ്റ് ചെയ്തേക്കുന്നത്, ഇതെല്ലാം കൈകൊണ്ട് ഇവര് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞത് പല പല അടിപൊളി സാധനമാണോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഇത്ര ഹെവി ആയിട്ടൊരു ബ്ലൗസ് കൈ കൊണ്ട് പിടിക്കണത്. നമുക്ക് പിന്നെ അങ്ങനെ വേലിയാടി പോകുന്നത് കൊണ്ട് ഇതൊന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ ഫോട്ടോ ആയിട്ട് വെച്ചേക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ വന്നാൽ ആരും ടെൻഷൻ അടിക്കണ വരത്തില്ല. നമ്മുടെ കല്യാണപ്പെണ്ണ മോശമായി പോകുമെന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കണ്ട, സെറ്റായിരിക്കും. എൻ്റെ എല്ലാ ഡ്രസ്സുകളും ഞാൻ 2-3 എനിക്ക് തയ്ച്ചു തന്നിട്ടുള്ളതുകൊണ്ട് ആ പല്ലിപ്പുറത്താണ് ഞാൻ ഈ കണ്ട ലോഡ് വണ്ടിയാണ് ഇവിടെ വന്നേക്കുന്നത്. ആരും വിഷമിക്കണ്ട, നന്നായിട്ട് തന്നെ തയ്ച്ചു തരും. നിങ്ങളുടെ മനസ്സിനാണ് അങ്ങനെ രീതി ചെയ്തു തരും. നിങ്ങളിപ്പോൾ പറയുക, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പോസ്റ്ററിൽ ഒരു പെണ്ണ് എന്തെങ്കിലും ഇട്ട് നിൽക്കുന്ന കാണുവാണ്, നിങ്ങൾക്ക് അതുപോലെ തുറന്നിട്ട് നടക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ 100% ഇവരുടെ അടുത്തോട്ട് വരാം. ഇവർ ആ മോഡൽ തന്നെ ഫോട്ടോ അയച്ചു കൊടുത്താലും മതി. അവരത് അതുപോലെ തന്നെ തയ്ച്ചു തരും. ഒന്നുകൊണ്ടും പേടിക്കണ്ട. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് തയ്യലാണ് ഇവിടെ നടത്തുന്നത് അല്ലേ? ആണ്, ഉറപ്പാണ്. ഞാൻ അനുഭവിച്ച ഒരാളാണ്. ഞാൻ ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് വന്ന് കുറച്ച് പേര് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം അത് തന്നെയാണ്. സുതിമോളെ നന്ദിയുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഞങ്ങൾ മനസ്സിനറിഞ്ഞ് അവർ തയ്ച്ചു വന്നു. സുതിമോള് പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പേര് എനിക്ക് കമൻസും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ബ്ലൗസിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടാകും കേട്ടോ. പിന്നെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അധികം ഇങ്ങനെ എല്ലാവരും പോലെ കല്ലും മുത്തൊക്കെ കൊടുത്ത് ആർഭാട ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എനിക്ക് സിമ്പിൾ ഒരു ചുരിദാറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞ് സുതിമോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് സുതിമോൾക്ക് മനസ്സിനിണങ്ങുന്ന രീതിയിൽ ചെയ്തു തരാം ഞാൻ. അത് ഡ്രസ്സ് കണ്ട് അന്തം വിടായിരുന്നാൽ മതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്ന വീഡിയോ പിന്നെ അതിന് കഴിഞ്ഞിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിസൈൻ സെലക്ട് ചെയ്യുവാണിത്. തുണി ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് നോക്കാനായിട്ട്. എന്താ അത് ആർഭാടമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ സൗന്ദര്യവും കളറും ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാ സാധനം ഇണങ്ങും. അതുകൊണ്ട് തന്നെ ഒത്തിരി സെലക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കേട്ടോ കളറാവർത്തനം പറയും. ഇതെങ്ങനെയുണ്ട് ചേട്ടാ? കൊള്ളാല്ലേ? പൂഫളോ? ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. അധികം ഇതാണ് സാധനം. ടോപ്പാണിത്. ഇത് ഷോളാണ്. ഞാൻ തന്നെ വെച്ച് കാണിക്കില്ല. സംവിധാന നിർമ്മാണമൊക്കെ ഞാൻ തന്നെയാണ്. ഷോളാണ് കേട്ടത്. ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇത് ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് ഏത് വിധത്തിൽ എനിക്ക് സെറ്റ് ചെയ്ത് തരുമെന്നുള്ളതും അത് ഏതായിരിക്കും മോഡൽ എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഒരുങ്ങി അവാർഡിന് പോകുന്നെന്ന് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇപ്പം ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. കൊള്ളാല്ലേ? സൂപ്പറല്ലേ? തകർത്തേക്കണേ. എനിക്കറിയാം തകർക്കുമെന്ന്, എങ്കിലും ഞാൻ പറയുവാണ് തകർത്തേക്കാൻ. പിന്നെ നമ്മുടെ കാർപ്പുണ്ടിലൊക്കെ ഇത്രയൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ സെറ്റാക്കിയൊക്കെ വരുമ്പോൾ ഞാൻ സുന്ദരിയാണ് കേട്ടോ. എല്ലാവരും അന്തം വിടും, ഇത് നമ്മുടെ സുതിമോളാണോ എന്നൊക്കെ അന്തം വിടും. ആ രീതിയിലാകും. എന്താണ് ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ഷോളാണേ. അല്ലെങ്കിൽ ഇത്ര ഉള്ള വലിപ്പമുള്ള ഷോള് വേണം. നല്ല വലിപ്പമുള്ള ഷോളാണ് കേട്ടോ. ചെറുതെന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട്. പിന്നെ എനിക്ക് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും വലിയ ഷോളൊക്കെ വേണം. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ശനിയാഴ്ച കാണിക്കുന്നതായിരിക്കും കേട്ടോ. ശനിയാഴ്ച നമുക്ക് അവാർഡ്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ടുള്ള പ്ലേ ആണ് കേട്ടോ ഇവിടെ നടക്കാൻ പോണത്. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാവി രൂപം നമുക്ക് ശനിയാഴ്ച കാണാം. മതിയേ അതുകൊണ്ടപ്പാ ഇതുണ്ട് ചാൻഡിയുടെ സാധനമാണ്. ചെറുത്തോണ്ട് നടക്കുകയാണ്. ഇതിലാണ് ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത്.
പിന്നെ ഇത്രയും പറഞ്ഞിട്ടും ഈ കട എവിടെ ഇരിക്കുന്നതെന്നോ കടയുടെ പേരോ ഒന്നും ഞാൻ പറഞ്ഞില്ല. അത്രയ്ക്കൊണ്ട് എൻ്റെ മൂളയും വെളവും. അപ്പോൾ അത് ഞാൻ പറഞ്ഞാണ്. നമ്മുടെ കടയുടെ പേര് പേഴ്സ് ബ്യൂട്ടിക് എന്നാണ്. പാലാരിവട്ടത്ത് SN ജംഗ്ഷനിലാണ് ഈ കട പ്രവർത്തിക്കുന്നത്. ഈ തൂണിന്നല്ലേ പറയുന്നത്? ഫില്ലർ നമ്പർ. ഇംഗ്ലീഷാണ് ഈ പ്രശ്നം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇംഗ്ലീഷാണ്. ഫില്ലർ നമ്പർ 517 ഓപ്പോസിറ്റ് തന്നെ ഇരിക്കുന്ന കടയാണ് പേഴ്സ് ബ്യൂട്ടിക് എന്നാണ് കടയുടെ പേര്. ഒരു ശ്രീനാരായണ ഗുരുവിന് സ്റ്റാച്ചു ഉണ്ട്. ഇതൊരു ജംഗ്ഷനാണ്, SN ജംഗ്ഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ പേരും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റെ വീഡിയോയിലുണ്ടാവും. ആരും തെറ്റൊന്നും പോകണ്ട. ഫോൺ നമ്പറും കൊടുത്തേക്കാം. അതാകുമ്പോഴത്തേക്കും ഇവർ നേരിട്ട് തന്നെ വിളിച്ചിട്ട് വരാൻ. ഇപ്പം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ വരാൻ പറ്റും. അപ്പോൾ ഞാൻ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇവരുടെ ഇൻസ്റ്റയിൽ ഇവർക്ക് പേജുണ്ട് കേട്ടോ, പേഴ്സ് ഫാഷൻ ബ്യൂട്ടിക്ക് എന്നാണ് ഇവർ ഇൻസ്റ്റയിൽ ഇവർക്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർ ഇടുന്നുണ്ട്. നല്ല നല്ല ഡ്രസ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളൊന്ന് പോയി സപ്പോർട്ട് ചെയ്യണം. അതേ ഞങ്ങളിപ്പോൾ പോകാൻ പോയപ്പോഴത്തേക്കും സമ്മതിക്കുന്നില്ല. ഒരു ടോപ്പ് എടുത്തേ പറ്റത്തുള്ളൂ, കൊണ്ടുപോയാൽ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ സ്വന്തം ഇഷ്ടം ഞാൻ തിരഞ്ഞെടുത്തതാണ് കേട്ടോ. ജസ്റ്റ് ഇവിടെ തയ്ച്ച് വെച്ചിരുന്നാണ്, അല്ലാതെ ഞാൻ എനിക്കായിട്ട് തയ്ച്ച് ഇവിടെ വെച്ചതൊന്നും അല്ലായിരുന്നു. ഇവിടെ ജസ്റ്റ് തയ്ച്ച് വെച്ചിരുന്നാണ്, ഞാൻ എടുത്തിട്ടതാണ്. നല്ല ബോഡി ഷേപ്പാണ് തയ്ച്ചേക്കുന്നത്. ശരിക്കും ഞാൻ അളവെടുത്ത് കൊടുത്ത മോഡലിലാണ് ഇരിക്കുന്നത്. ആണെങ്കിലും കാഴ്ചയൊക്കെ സൂപ്പറായിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഈ ഒരൊറ്റ കാരണത്തിലാണ് ഞാൻ ഈ ചുമന്ന് കെട്ടി അമ്മായിമ്മയുടെ വീട്ടിൽ പോകുമ്പോഴൊക്കെ വന്നേക്കുന്നത് എല്ലാം തയ്പ്പിക്കാനായിട്ട്. എല്ലാവരും നോക്കണം കേട്ടോ. ഞാൻ ചുമ്മാ പറയുന്നതല്ല, സത്യമായിട്ടും പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ചേച്ചി നിർബന്ധിക്കാണ് ഒരു കുർത്തീസുകളെ കൊണ്ടുപോകണത് വേണ്ടെന്നോട് സമ്മതിക്കുന്നില്ല. അപ്പോൾ ചേച്ചിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സ് ഫാഷൻ ബ്യൂട്ടിക് എന്ന് പറയുന്നൊരു ചാനൽ, ഒരു അക്കൗണ്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. അതിലൊക്കെ ഒന്ന് കയറി നോക്കണം. നല്ല മോഡൽ ഡ്രസ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് അവർക്ക്. പേഴ്സ് ഫാഷൻ ബ്യൂട്ടിക്കിൻ്റെ ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യണം. എന്നെ സ്നേഹിക്കുന്നവരും എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്തേക്കണം. കാരണം നിങ്ങൾ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ ഇതറിയാൻ പറ്റും. ഞാനിപ്പോഴും വന്നിരുന്നിട്ട് ഇവിടെ തിരക്കായിരുന്നു. അതുപോലെ വർഷങ്ങളായിട്ടുള്ള കസ്റ്റമേഴ്സ് വരെ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കണം. നോക്കിയിട്ട് ഉള്ളത് ഇപ്പോൾ ഈ പറയുന്ന കമ്പത്ത് പോയ മറ്റേ വൈദ്യൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ വന്ന് നോക്കിയിട്ട് സക്സസ് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്ര എനിക്ക് വിശ്വാസമുള്ളൊരു കടയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക. ഇതിനോട് ഇത് പ്രമോഷൻ ചെയ്ത് പറയണം കേട്ടോ. സുധിമോളെ പ്രമോഷൻ വേണമെന്നൊന്നും പറയട്ടൊന്നുമല്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പറയാനാണ്. എൻ്റെ അടുത്ത് ഇപ്പോഴും പറഞ്ഞ് ഓണാക്കുമ്പോൾ സുധിമോളെ അധികം ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്കത് പറയണമെന്ന് തോന്നി. കാരണം എനിക്ക് അതുപോലെ ഒത്തിരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് ഫ്രീ ആയിട്ടൊക്കെ. അപ്പോൾ ഇപ്പോഴും പറഞ്ഞു എല്ലാവരും അയച്ച സാധനമൊക്കെ പോലെ മൊത്തം ഞാൻ തയ്ച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അതുമായിട്ടൊക്കെയാണ് ഞാൻ വന്നത്. എല്ലാവരും കണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. താങ്ക് യു.